അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, وَإِذَا كُنْتَ فِيهِمْ فَأَقَمْتَ لَهُمُ الصَّلَاةَ فَلْتَقُمْ طَائِفَةٌ مِّنْهُمْ مَعَكَ وَلْيَأْخُذُوا أَسْلِحَتَهُمْ فَإِذَا سَجَدُوا فَلْيَكُونُوا مِنْ وَرَائِكُمْ وَلْتَأْتِ طَائِفَةٌ أُخْرَى لَمْ يُصَلُّوا فَلَمْ يُصَلُّوا مَعَكَ وَلْيَأْخُذُوا حِذْرَهُمْ وَأَسْلِحَتَهُمْ. അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിലുള്ള നമസ്കാരത്തെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരാണ്. അഥവാ റസൂലെ, നീ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ നീ അവർക്ക് ഇമാമായിട്ട് എന്ത് ചെയ്യാൻ, നീ നമസ്കരിക്കുക. എന്നിട്ട് യുദ്ധത്തിലുള്ള കുറച്ച് ആളുകൾ എന്ത് ചെയ്യണം, നിന്റെ പുറകിൽ നമസ്കരിക്കട്ടെ. രണ്ടായിട്ട് തരംതിരിക്കുക. കുറച്ച് ആളുകൾ നമസ്കരിക്കുക. അവരെന്താണ്, ആയുധം അവരുടെ കയ്യിൽ അണിഞ്ഞുകൊണ്ട് അവർ നമസ്കരിക്കണം. എന്നിട്ട് അവര് സുജൂദിലായി കഴിഞ്ഞാൽ മറ്റൊരു വിഭാഗം വന്നിട്ട് എന്ത് ചെയ്യണം, അവര് ആയുധവുമായിട്ട് എന്ത് ചെയ്യണം, നിൽക്കുകയും അവർ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയും വേണം. അങ്ങനെ എല്ലാവരും തന്നെ അവരുടെ ആയുധവും സുരക്ഷയും സ്വീകരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്ത് നമ്മെ അറിയിക്കുന്നത് എന്താണ്? പ്രധാനമായിട്ട് ഏറ്റവും വലിയ ഫായിദ എന്താണ് ഈ ആയത്തില്? ഏറ്റവും വലിയ വിഷയം കിടക്കുന്നത് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത്, അഥവാ ശത്രുക്കളും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളും ശത്രുക്കളും തമ്മിൽ എന്താണ്, യുദ്ധം നടത്താണ്. വാളുകൾ തമ്മിൽ എന്താണ്, കൂട്ടിയുരസപ്പെടുന്ന സമയത്ത് നമസ്കാരത്തിന്റെ സമയമായാൽ എന്താണ്, നമസ്കരിക്കണമെന്നാണ്. അതും എങ്ങനെയാണ്, ജമാഅത്തായിട്ട് നമസ്കരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് ജമാഅത്തായിട്ട്, സംഘമായിട്ട് അപ്പൊ നമസ്കരിക്കേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. അപ്പോ ഈ ഒരു ആയത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? യുദ്ധസമയത്ത് ഏറ്റവും ഭീകരാന്തരീക്ഷമുള്ള, നഫ്സിന്റെ മേൽ ഒരാൾ അയാളുടെ മേൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു വേളയിൽ ജമാഅത്തായിട്ട് നമസ്കരിക്കല് നിർബന്ധമാണെങ്കിൽ, അതല്ലാത്ത അവസരത്തിൽ തീർച്ചയായിട്ടും എന്താണ്, ആ നിർബന്ധത കൂടുതൽ ശക്തമാണ്. അങ്ങനെയുള്ള ഒരാൾ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ, ജമാഅത്തായിട്ടുള്ള നമസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ അതിന്റെ ഗൗരവം, അതിന്റെ തിന്മ വളരെ കൂടുതലാണ്. അപ്പോൾ യുദ്ധവേളയിൽ ആ ഭീകരമായ അവസ്ഥയിൽ ജമാഅത്തായിട്ട് നമസ്കരിക്കൽ വാജിബാണെങ്കിൽ, അതല്ലാത്ത അവസരത്തിൽ എത്ര എന്താണ് നിർബന്ധത അതിന് വരും. അപ്പൊ ഈ ആയത്തിൽ നിന്ന് ജമാഅത്തായിട്ട് നമസ്കരിക്കൽ വാജിബാണെന്നുള്ള ഒരു ഫായിദയാണ് ഏറ്റവും ഒളിച്ചു നിൽക്കുന്നത്. അപ്പോ പണ്ഡിതന്മാര് ഈ ആയത്തും അതുപോലെ ഈ തരത്തിൽ ഒരുപാട് ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, ജമാഅത്തായിട്ട് നമസ്കരിക്കൽ വാജിബാണ്, നിർബന്ധമാണ്. അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഒരാൾ എന്തായി തീരും, കുറ്റക്കാരനായി തീരും. അപ്പോ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പറയാറുള്ളത് എന്താണ് പറയാറുള്ളത്, ജമാഅത്ത് നമസ്കാരം സുന്നത്തായിട്ടുള്ള കാര്യമായിട്ടാണ് കരുതപ്പെടുന്നത്. പക്ഷേ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വർക്കഉ മഅറാക്കിഈൻ, റുകൂഉകൾ ചെയ്യുന്നവരുടെ കൂടെ നിങ്ങൾ റുകൂഉ ചെയ്യുകയും. ഇവിടെ കൽപ്പനയാണ്.
നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയാറുണ്ട്, ഒരു കൽപ്പന വന്നു കഴിഞ്ഞാൽ നിർബന്ധമാണ് ആ വിഷയം എന്നുള്ളതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു കൽപ്പന വന്നു കഴിഞ്ഞാൽ അവിടെ ആ കാര്യം ചെയ്യൽ നിർബന്ധമാണെന്നുള്ളതാണ് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോഴതേപോലെ തന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ വലിയ ശിക്ഷയുള്ളത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം അതെന്താണ്, ആ കാര്യം, ഒരു കാര്യം പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ ശിക്ഷ പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യം ചെയ്യൽ എന്താണ്, നിർബന്ധമാണ്. ഉദാഹരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യൗമ യുക്ശഫു അൻ സാഖിൻ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ കണങ്കാൽ എന്ത് ചെയ്യപ്പെടും, വെളിവാക്കപ്പെടും. വയുദഊന ഇല സുജൂദി, എന്നിട്ട് സുജൂദിന് അവരെ ക്ഷണിക്കപ്പെടും. ഫലാ യസ്തതിഊൻ, പക്ഷെ അവർക്ക് എന്താണ്, എല്ലാവരുടെ കൂടെ അവർക്ക് സുജൂദ് ചെയ്യാൻ സാധ്യമല്ല. ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല, അന്ന് അവരുടെ ദൃഷ്ടികൾ അങ്ങേയറ്റം എന്താണ്, അടങ്ങിയതായിരിക്കും. അതുപോലെ തന്നെ അവരുടെ മേൽ എന്താണ്, നിന്യത എന്താണ്, കീഴടക്കി, അവരെ കീഴടക്കിയിട്ടുണ്ടാകും, നിന്യത കീഴടക്കിയിട്ടുണ്ടാകും. വകാനു യുദഊന ഇല സുജൂദി വഹും സാലിമൂൻ, ഈ ദുനിയാവിൽ ഇഹലോകത്ത് വെച്ചിട്ട് അവര് നല്ല സേഫ് ആയിരുന്ന ആ സമയത്ത് അവരോട് എന്ത് ചെയ്തിട്ടുണ്ട്, സുജൂദിന് വേണ്ടിയിട്ട് എന്താണ്, ഒന്നടങ്കം തരാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്തില്ല, പോയില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഖിയാമത്ത് നാൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യാൻ സാധ്യമല്ല. അതുപോലെ തന്നെ വേറെയും ധാരാളം ആയത്തുകൾ, ആഖിറത്തിൽ നരകം ലഭിക്കുന്ന ആളുകൾ അവരെ കാരണമായിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്, ഖാലു ലം നകു മിനൽ മുസല്ലീൻ, നമസ്കാരക്കാരുടെ കൂട്ടത്തിലായിരുന്നില്ല. അപ്പൊ ഈ ആയത്തിൽ നിന്ന് ജമാഅത്ത് നമസ്കാരത്തിന്റെ പങ്കെടുത്തില്ല എന്നുള്ളത് തെളിവ് പറയും. കാരണം എന്താണ്, മാ കുന്തു ഉസല്ലി, ഞാൻ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്നല്ല പറഞ്ഞത്, ഞാൻ നമസ്കാരക്കാരുടെ കൂട്ടത്തിലായിരുന്നില്ല എന്ന്. അപ്പോഴ് ജമാഅത്ത് നമസ്കാരം ഈ ആയത്തുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നിർബന്ധമാണെന്നുള്ളതിനെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, ജമാഅത്തിന് വരാത്ത ആളുകളുടെ വീട് കത്തിച്ച് കളയാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് വേണ്ടിയിട്ട് എന്താണ്, പിന്നെ ബാങ്ക് വിളിക്കാൻ പറയും. എന്നിട്ട് പറയുന്നത്, ലഖദ് ഹമംതു അൻ ആമുറ റജുലൻ യുസല്ലി ബിന്നാസ്, എനിക്ക് എന്താണ്, എനിക്ക് തോന്നാറുണ്ട് ആരെങ്കിലും ഒരാളും ഇമാമായിട്ട്, ജനങ്ങൾക്ക് ഇമാമായിട്ട് നമസ്കരിക്കാൻ വേണ്ടി നിശ്ചയിക്കുകയും ثم أخالف إلى رجال يتخلفون عنها فآمر بهم فيحرق عليهم بحزم الحطب بيوتهم. എന്നിട്ട് ജമാഅത്ത് നമസ്കാരത്തിന് വരാത്ത ആളുകളുടെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ എന്താണ്, ഒരുപാട് പിന്നെ വിറകുകളുമായിട്ട് ചെന്നിട്ട് എന്താണ്, അത് ആ വീടുകൾ കത്തിച്ച് കളയാൻ ഞാൻ എന്താണ് കൽപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, വിചാരിക്കാറുണ്ട്. വലൗ അലിമ അഹദുഹും അന്നഹു ലം യജിദ് അസ്മൻ സമീനൻ ലിയഷ്ഹദഹ, പള്ളിയിൽ ഒരു വലിയ എല്ലുണ്ട് എന്ന് പറഞ്ഞാൽ അവനെത്തും അല്ലേ, ഒരു ബിരിയാണി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും വരും. പക്ഷെ എന്താണ്, ഈ തരത്തിൽ വലിയ പ്രതിഫലം പറയപ്പെട്ട കാര്യം ഉപേക്ഷിച്ചാൽ എന്താണ്, വലിയ കുറ്റം കിട്ടുന്ന കാര്യത്തിനോ എത്തൂല. അപ്പോ നോക്കൂ, ഇവിടെ നമസ്കാരത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യപ്പെട്ടു, പിന്നെ വരാത്ത ആളുകളെ വീട് കത്തിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചു. അപ്പൊ അവർക്ക് പറയാം, ഞങ്ങൾ വീട്ടിൽ നമസ്കരിക്കും എന്ന് പറയാം അല്ലേ. പക്ഷെ വീട്ടിൽ നിന്ന് ഒറ്റക്ക് നമസ്കരിക്കാൻ പറ്റില്ല. ജമാഅത്തായിട്ട് നമസ്കരിക്കേണ്ട ആളുകൾ എന്ത് ചെയ്യണം,
പുരുഷന്മാർ ജമാഅത്തായിട്ട് തന്നെ നമസ്കരിക്കണം, ഇല്ലെങ്കിൽ അത് വീട് കത്തിച്ച് കളയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചതാണ്. അപ്പോഴേ അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജമാഅത്തായിട്ട് തന്നെ നമസ്കരിക്കണം എന്നുള്ളത്. ജമാഅത്തായിട്ട് നമസ്കരിക്കൽ നിർബന്ധമല്ലെങ്കിൽ അവർക്ക് പറയുന്നത് അവർ ഞങ്ങൾ വീട്ടിൽ നിന്ന് നമസ്കരിച്ചോളും, ഞങ്ങൾ ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് വീട്ടിൽ നമസ്കരിച്ചോളും എന്ന് പറയാം. അതിന് അതേപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം നമുക്കറിയാം, അന്ധനായ സഹാബിയാണ്. അദ്ദേഹം എന്തായിരുന്നു? റസൂലുള്ളാഹിന്റെ മുഅദ്ദിനായിരുന്നു, പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി റജുലുൻ ദരീറുൽ ബസർ ശാസിഉദ് ദഹർ. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അന്ധനായ വ്യക്തിയാണ്, എൻ്റെ വീട് ദൂരത്താണ്, പള്ളിയിൽ നിന്ന് ഒരുപാട് ദൂരത്താണ്. എനിക്ക് ചേർന്ന ഒരു എന്തില്ല, എനിക്ക് യോജിക്കുന്ന എന്നെ പള്ളിയിലേക്ക് നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരാളുമില്ല. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് നമസ്കരിക്കാനുള്ള ഇളവുണ്ടോ എന്ന് ചോദിക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ തസ്മഅ. വേറെ ചില ഹദീസിൽ ഇവിടെ നീ ബാങ്ക് കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചു. താങ്കൾ ബാങ്ക് കേൾക്കാറുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതേ ബാങ്ക് കേൾക്കാറുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അജിദു ലക റുഖ്സ, നിനക്ക് ഒരു ഇളവും ഞാൻ കാണുന്നില്ല. അപ്പൊ എന്തായിരിക്കും? ഒരു അന്ധനായ ഒരു വ്യക്തി പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ എന്തില്ല, ആളില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ജമാഅത്തായിട്ട് നമസ്കരിക്കൽ നിർബന്ധമാണെങ്കിൽ എല്ലാ സൗകര്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര ഗൗരവമുള്ളതാണ്. അയാൾ ഒഴിവാക്കിയുള്ള കുറ്റം എത്രയായിരിക്കും? മറ്റു ചില റിവായത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? ചോദിക്കാണ്, അതസ്മഉ ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരുവീൻ, വിജയത്തിലേക്ക് വരുവീൻ എന്ന് വിളിക്കുന്നത് നീ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ, എങ്കിൽ നീ അതിന് ഉത്തരം ചെയ്യുന്നതാണ്. ഹയ്യ അലാ, അതിലേക്ക് നീ മുന്നിട്ട് പോകുക, വിജയത്തിലേക്ക്, നമസ്കാരത്തിലേക്ക് നീ മുന്നിട്ട് പോകുക എന്ന് പറഞ്ഞു. അപ്പോ മദീനയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അന്ധനാണ്, അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട ആളില്ല. മദീന എന്ന് പറഞ്ഞാൽ ധാരാളം വന്യമൃഗങ്ങളും ഉപദ്രവകാരികളായ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സഹാബിമാർക്ക് ഒരു വടി പിടിച്ച് നടക്കാറുണ്ടാണ്. വടി പിടിച്ച് നടക്കൽ സുന്നത്തൊന്നുമല്ല, പക്ഷെ അവർക്ക് വടി പിടിച്ച് നടക്കൽ മൃഗങ്ങളുടെ ശല്യം കാരണത്താലാണ് അവർ വടി പിടിച്ച് നടക്കാറുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം നല്ല പ്രായാധിക്യമുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ ധാരാളം മരങ്ങളൊക്കെ ഉള്ളതാണ്, മരത്തിൽ പോയി തട്ടും. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹത്തോട് പള്ളിയിൽ പോയിട്ട് നമസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോ ഇതെല്ലാം തന്നെ അറിയിക്കുന്ന എന്താണ്? നമസ്കാരം പള്ളിയിലുള്ള ജമാഅത്തായിട്ടുള്ള നമസ്കാരം വാജിബാണെന്നുള്ളതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, لقد رأيتنا وما يتخلف عن الصلاة إلا منافق قد علم نفاقه. ഞങ്ങളുടെ കാലത്ത്, റസൂലുള്ളാഹിന്റെ കാലത്ത്, സഹാബിമാരുടെ കാലത്ത് ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുക ആരാണ്? അറിയപ്പെട്ട നിഫാഖുള്ള ആളാണ്, നിഫാഖിൽ അറിയപ്പെട്ട ആളാണ്. ഔ മരീദുൻ, അല്ലെങ്കിൽ രോഗിയായിട്ടുള്ള ആളാണ്. ഇൻ കാനൽ മരീദു ലയംശി ബൈന റജുലൈനി ഹത്താ യഅതിൽ മസ്ജിദ്. ചിലപ്പോൾ രോഗി എന്ത് ചെയ്യും? രണ്ടാളുകളുടെ സഹായത്താലുള്ള തോളിലേക്ക് കൈയിട്ടിട്ട് വേച്ച് എഴഞ്ഞിട്ട് പള്ളിയിലേക്ക് വരും. മനസ്സിലായില്ലേ? വഖാല ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് അല്ലമനാ സുനനൽ ഹുദാ. ഞങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്മാർഗത്തിന്റെ ചര്യകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. وإن من سنن الهدى الصلاة في المسجد الذي يؤذن فيه. ബാങ്ക് വിളിക്കപ്പെടുന്ന പള്ളിയിലെ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് സന്മാർഗത്തിന്റെ ചര്യയിൽപ്പെട്ടതാണ്.
മറ്റു റിവായത്തിൽ പറഞ്ഞു മൻ സർറഹു അൻ യൽഖല്ലാഹു തആല ഗദൻ മുസ്ലിമൻ ഫൽയുഹാഫിദ് അലാ ഹാദിഹി സ്വലവാത്ത്. അല്ലാഹുവിന്റെ അടുക്കൽ മുസ്ലിമായിട്ട് കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന ആള് ഈ നമസ്കാരം അതെന്ത് ചെയ്യാം, അത് പാലിക്കുക, അത് എന്ത് ചെയ്യുക, നിലനിർത്തുക എന്ന് പറഞ്ഞു. അത് അതിനുവേണ്ടി വിളിക്കപ്പെടുന്ന സമയത്ത് അപ്പോഴേ മുനാഫിക്കുകളുടെ പ്രകടമായ അടയാളം എന്താണ്? അവര് ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് പിന്തി നിൽക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജമാഅത്ത് നമസ്കാരത്തിൽ എല്ലാത്തിലും കൃത്യമായി പങ്കെടുക്കുക എന്നുള്ളത് എന്തിൽ നിന്നുള്ള ബറാഅത്താണ്? നിഫാഖിൽ നിന്ന് മുക്തനാണെന്നുള്ള തെളിവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ, മൻ ഹാഫള അല സ്വലവാതി ഫി ജമാഅത്തി, ആര് നമസ്കാരം എന്ത് ചെയ്യണം, നിലനിർത്തണം ജമാഅത്തില്, യുദ്രികു അർറകഅത്തൽ ഊല, അവന് ഒന്നാമത്തെ റക്അത്ത് എല്ലാ നമസ്കാരത്തിലും ലഭിക്കുന്നുണ്ട് എങ്കിൽ കാനത് ലഹു ബറാഅത, അവന് രണ്ട് തരത്തിലുള്ള മുക്തിയുണ്ട്. ബറാഅതു മിനന്നാർ വ ബറാഅതു മിൻ നിഫാഖ്, നരകത്തിൽ നിന്ന് അവന് എന്താണ്, ഒഴിവായവനാണ്, അഥവാ അവൻ സ്വർഗാവകാശിയാണ്. രണ്ടാമത്തതോ നിഫാഖിൽ നിന്ന് ഒഴിവായവനാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹദീസിൽ വന്നു, ആരും ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് പിന്നിട്ട് നിൽക്കുക മുനാഫിഖാണ്. അപ്പോൾ ജമാഅത്ത് നമസ്കാരത്തിന് എല്ലാ നമസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ വരിക എന്നുള്ളത് 40 ദിവസം ഒരാൾ തുടർച്ചയായിട്ട് വരികയാണെങ്കിൽ അവൻ എന്തിന്റെ നിഫാഖിൽ നിന്ന് മുക്തനാണ്, അവനിൽ നിഫാഖില്ല എന്ന്, കാപട്യമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ സലഫുകൾ എങ്ങനെയാണ് ചെയ്തത് നോക്കാം. ഇവിടെ വക്കീഅ ഇബ്നുൽ ജറാഹ് റഹിമഹുല്ലാഹ്, അദ്ദേഹം ഇമാം ഷാഫിഈയുടെ ഉസ്താദാണ്. അദ്ദേഹം പറഞ്ഞു, കാന അൽ-അഅ്മശ് ഖരീബൻ മിൻ 70 സന ലം തഫുത്ഹു തക്ബീറത്തുൽ ഊല. ഇമാം അഅ്മശ് റഹിമഹുല്ലാഹ് 70 വയസ്സ് പ്രായമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരിക്കൽ പോലും എന്ത് ചെയ്തിട്ടില്ല, ഒന്നാമത്തെ തക്ബീർ മിസ്സായിട്ടില്ല, അഥവാ ഒന്നാമത്തെ റക്അത്ത് മിസ്സായിട്ടില്ല. അതുപോലെ തന്നെ സുലൈമാൻ ഇബ്നു ഹംസ അൽ-മഖ്ദസി റഹിമഹുല്ലാഹ് പറയാണ്, ലം ഉസല്ലി അൽ-ഫരീദ ഖത്തു മുൻഫരിദൻ ഇല്ലാ മറത്തൈൻ, ഞാൻ എൻ്റെ ജീവിതത്തിൽ 2 നമസ്കാരമല്ലാത്ത ഒരു നമസ്കാരവും ഫർദ് നമസ്കാരവും ഒറ്റയ്ക്ക് ഞാൻ നമസ്കരിച്ചിട്ടില്ല. ജീവിതത്തിൽ ആകെ ഒറ്റയ്ക്ക് നമസ്കരിച്ച 2 നമസ്കാരങ്ങളാണ്. ഞാൻ നമസ്കരിക്കാത്തത് പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത്, അന്ന് 2 നമസ്കാരങ്ങൾ. അതുപോലെ മുഹമ്മദ് ഇബ്നു സമ്മാഅ റഹിമഹുല്ലാഹ് പറയാണ്, മക്കത്തു 40 സന ലം തഫുത്നി തക്ബീറത്തുൽ ഊല ഇല്ലാ യൗമൻ വാഹിദൻ മാതത് ഫീഹി ഉമ്മി, ഞാൻ 40 വർഷം ഒന്നാമത്തെ തക്ബീർ നഷ്ടപ്പെടാതെ ഞാൻ ജമാഅത്ത് നമസ്കാരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരൊറ്റ ദിവസം മാത്രമാണ്, ഒരൊറ്റ ദിവസമല്ല, ഒരു നമസ്കാരം മാത്രമാണ് എനിക്ക് മിസ്സായത്. എങ്ങനെ ഒന്നാമത്തെ തക്ബീർ മിസ്സായത്? അത് എൻ്റെ ഉമ്മ മരിച്ച ദിവസം. അതുപോലെ തന്നെ യഹ്യ ഇബ്നു മഈൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാറുണ്ടായിരുന്നു, സഈദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, മാ നൂദിയ ബിസ്സലാത്തി മിൻ 40 സന ഇല്ലാ വസഈദുൻ ഫിൽ മസ്ജിദ്. 40 വർഷമായിട്ട് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആര് പള്ളിയിലുണ്ടാവും? താബിഈങ്ങളിൽ ഏറ്റവും വലിയ ഇമാമാണ് സഈദ് ഇബ്നു മുസയ്യിബ്. അദ്ദേഹം എവിടെ ഉണ്ടാവും? പള്ളിയിലുണ്ടാവും. അഥവാ മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിൽ ആരുണ്ടാവും? സഈദ് ഇബ്നു മുസയ്യിബ് ഉണ്ടാവും. ശഅബി റഹിമഹുല്ലാഹ് പറഞ്ഞു, മാ ഉഖീമത്ത് അസ്സലാ മുൻദു അസ്ലംതു ഇല്ലാ വഅന അലാ വുദൂ. ഞാൻ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം എന്താണ് ഇഖാമത്ത് കൊടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വുദൂഇലായിരിക്കും.
സുബഹിൽ പള്ളിയിൽ നിസ്കാരം റെഡി ആയിട്ട് അവിടെ ഉണ്ടാകും. അപ്പൊ ഈ തരത്തിലാണ് എന്താണ് നമ്മുടെ സലഫുകൾ ഉണ്ടായിരുന്നത്. അങ്ങനെ പള്ളിയുമായിട്ട് ഹൃദയം ബന്ധപ്പെട്ട് കിടക്കുന്ന, എപ്പോഴും എന്താണ് എല്ലാ ജമാഅത്ത് നമസ്കാരത്തിലും പള്ളിയിൽ ഉണ്ടാവുകയും ഒരു ജമാഅത്ത് കഴിഞ്ഞാൽ മറ്റൊരു ജമാഅത്ത് പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യുന്നത് അതെന്താണ് വളരെ പുണ്യകരമാണ്. അത് വിവാദമാണ്, അഥവാ യുദ്ധഭൂമിയിൽ കാവലിരിക്കുന്നതിന്റെ പ്രതിഫലമാണ്. അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ ഇതുവരെ ഓരോ ദിവസവും ചെയ്യുന്ന അമലതിന്റെയും തുടർന്ന് ഇങ്ങനെ പോകും. മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഒരു മാസം നോമ്പെടുക്കുകയും രാത്രി നമസ്കരിക്കുകയും ചെയ്യുന്ന പ്രതിഫലമുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലും ഹൃദയം പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്ക് ഖിയാമത്ത് നാള് തണലില്ലാത്ത ആ ദിവസത്തിൽ അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുമെന്നാണ് പറഞ്ഞത്. 7 വിഭാഗം ആളുകളിൽ ഒരു വിഭാഗം ആരാണ്? വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മശാരിഅ്. ഒരാൾ അയാളുടെ ഹൃദയം പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഹൃദയമാണ്. അപ്പോ ഇനിയും ഒരുപാട് തെളിവുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇമാം അൽബാനി റഹിമഹുല്ലാഹ് പറയുന്നത് എന്താണെന്നറിയാമോ? പള്ളിയിലുള്ള ഒന്നാമത്തെ ആ ജമാഅത്ത് കഴിഞ്ഞാൽ പിന്നെ ജമാഅത്തില്ല എന്നാണ് പറയുന്നത്. പിന്നെ ജമാഅത്തില്ല, അഥവാ മുൻഫരിദ, പള്ളിയിൽ ഒരൊറ്റ നമസ്കാരമേ ഉള്ളൂ. അതെന്താണ്? ആദ്യം നമസ്കരിക്കുന്ന നമസ്കാരം. പിന്നീട് അത് കഴിഞ്ഞാൽ എന്താണ്? നമസ്കാരം അയാൾ പിന്നെ മുൻഫരിദായിട്ട് വീട്ടിലങ്ങി പോയിട്ട് നമസ്കരിക്കും. അതല്ലാതെ ഒരു നമസ്കാരം പള്ളിയിലില്ല. അപ്പൊ ആ ഒരു നമസ്കാരത്തിന് എല്ലാവരും ജുമാക്ക് പങ്കെടുക്കുന്നത് പോലെ പങ്കെടുക്കണം. എങ്കിലാണ് മുസ്ലിമീങ്ങൾക്ക് ആ ഒരു ഇജ്ജത്ത് കഴിഞ്ഞുപോയ, നഷ്ടപ്പെട്ടു പോയ ഇജ്ജത്ത് തിരിച്ചു വരുള്ളൂ. ഇത്രയും മതി. ഇലാഹുന വസല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബിയിന മുഹമ്മദ്.